അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ സുഭാഷ് ചന്ദ്രൻ, നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം കൂടിയാണ് ഈ മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പറയുന്നത്. പലയിടങ്ങളിലും നമ്മുടെ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഏറ്റവും ബുദ്ധിമുട്ടേറിയ ജീവിതമാണ് മലയോര മേഖലകളിൽ വനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിൽ ആളുകൾ അനുഭവിക്കുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു നിയമ പോരാട്ടവുമായി PV അൻവർ എത്തുമ്പോൾ നിങ്ങൾ പരമോന്നത കോടതിക്ക് മുന്നിൽ വയ്ക്കുന്ന പ്രയർ എന്താണ്? എങ്ങനെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്? മനുവാണ് വാർത്ത വായിക്കുന്നത്. മനു, ഇതിനകത്ത് സ്വാഭാവികമായും നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ഇത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമായിക്കൊണ്ട് പല ഭാഗങ്ങളിലും ഇത് വളർന്നു വരുന്നുണ്ട്. വിവിധ ലോക രാജ്യങ്ങൾക്കകത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് ഡെവലപ്ഡ് കൺട്രികളായ അമേരിക്ക പോലെയുള്ള ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങൾക്കകത്തൊക്കെ ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ വളർന്നു വരുന്നുണ്ട്. ഗ്ലോബൽ വാർമിംഗ് ഉൾപ്പെടെയുള്ള ആഗോള താപനം ഉൾപ്പെടെയുള്ള വിവിധ കാരണങ്ങൾ ഇതിനുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇതിനെ ശാസ്ത്രീയമായി പരിഹാരം കാണുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരുകളും ഒക്കെ ചെയ്യേണ്ടത്. ആ ശാസ്ത്രീയമായുള്ള പരിഹാരം എന്ന് പറയുന്നാൽ വന്യജീവികളെ സ്വാഭാവികമായും അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്കകത്ത് തുടരാനുള്ള, ജനവാസ മേഖലയിൽ നിന്ന് അകറ്റി നിർത്താനുള്ള, അവിടേക്ക് ഇറങ്ങി വരുന്ന ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നതിന് മാറ്റം വരുത്താനുള്ള നടപടികൾ ശാസ്ത്രീയമായി ഉണ്ടാകണമെന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലുള്ള ശാസ്ത്രീയ നടപടികൾക്ക് അല്ലെങ്കിൽ ശാസ്ത്രീയമായ ഒരു രൂപരേഖ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് മുമ്പിലില്ല. നമ്മുടെ സംസ്ഥാനത്തുള്ള രേഖകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 2016 തൊട്ടിട്ട് ഏതാണ്ട് 909 പേരാണ് സംസ്ഥാന സർക്കാരിന്റെ കയ്യിലുള്ള കണക്കുകൾ പ്രകാരം വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിനേക്കാൾ ചിലപ്പോൾ നമ്പർ കൂടാൻ സാധ്യതയുണ്ട്. ഈ കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഏതാണ്ട് 3000-ഓളം ആളുകൾ ഈ ഒരു കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് വിവിധ സംസ്ഥാനങ്ങളിലായി 16 സംസ്ഥാനങ്ങളായി ആനയുടെ ആക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം കടുവയുടെ ആക്രമണത്തിൽ ഏതാണ്ട് 300-ഓളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ വിവിധ സംസ്ഥാനങ്ങൾക്കകത്ത് ഇത് വർദ്ധിച്ചു വരുന്ന സമയത്ത് അതോടൊപ്പം കൃഷിനാശം, വലിയ രീതിയിലുള്ള കാർഷിക നാശമാണ് ഇത്തരത്തിലുള്ള ഈ പറയുന്ന കർഷകർക്ക്, വനത്തിന്റെ സമീപ പ്രദേശത്ത് താമസിക്കുന്ന കർഷകർക്കും പ്ലാന്റേഷൻ നടക്കുന്ന ആളുകൾക്കും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ വർഷവും ഉണ്ടാകുന്നത്. അപ്പൊ ഇതിന് കൃത്യമായിട്ടുള്ളൊരു നഷ്ടപരിഹാരം നൽകുന്നതിനുള്ള സംവിധാനമില്ല. ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ, അത് ജീവൻ നഷ്ടപ്പെടുന്നത് തടയാനുള്ള സംവിധാനം, വന്യജീവി ആക്രമണം തടയുന്നതിനുള്ള ശാസ്ത്രീയ സംവിധാനങ്ങളില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു വിദഗ്ധ സമിതി രൂപീകരിച്ചുകൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തി അതിനാവശ്യമായിട്ടുള്ള രൂപരേഖ തയ്യാറാക്കണമെന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രയോജനം. കാരണം നേരത്തെ നമുക്കറിയാം ഈ ഇത്തരത്തിലുള്ള തെരുവ് നായ ആക്രമണം ഒക്കെ വരുന്ന സമയത്ത് ജസ്റ്റിസ് ഗിരിജകൻ കമ്മിറ്റിയെ പോലെയുള്ള കമ്മിറ്റികളെ നേരത്തെ സുപ്രീം കോടതി നിയോഗിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വിവിധ വിഷയങ്ങൾക്കകത്ത് സുപ്രീം കോടതി നേരത്തെ എക്സ്പേർട്ട് കമ്മിറ്റികളെ രൂപീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ പഠന റിപ്പോർട്ടുകളുടെയും അവരുടെ ഈ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഇന്ത്യയിലാകെ തന്നെ ഈ വിവിധ സംസ്ഥാനങ്ങൾക്കകത്ത് ഹിമാചൽ പ്രദേശ് മുതൽ ഉത്തരാഖണ്ഡും അതുപോലെ തന്നെ ബീഹാർ ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങൾക്കകത്ത്, കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും എല്ലാം, അങ്ങനെ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെല്ലാം ഈ വന്യജീവി ആക്രമണത്തിന്റെ ഭാഗമായുള്ള കൃഷിനാശം ഒരു യാഥാർത്ഥ്യമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനെ ശാസ്ത്രീയമായി നേരിടാൻ വേണ്ടിയിട്ടുള്ള സമഗ്രമായ നടപടികൾ രൂപീകരിക്കേണ്ടതുണ്ട്. അതിന് കേന്ദ്ര സർക്കാരാണ് നേതൃത്വം നൽകേണ്ടത്. അപ്പോൾ വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ ആവശ്യമായ ഒരു വിദഗ്ധ സമിതി രൂപീകരിച്ചുകൊണ്ട് ആവശ്യമായ നിർദ്ദേശങ്ങൾ രൂപീകരിക്കണം എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം ദേശീയ തലത്തിൽ ഒരു നാഷണൽ കോർപ്പസ് ഫണ്ട് രൂപീകരിക്കണം. ഈ കൃത്യമായി ജീവൻ നഷ്ടപരിഹാരം നൽകാൻ വേണ്ടി, ജീവൻ നഷ്ടപ്പെടുന്ന ആളുകളായാലും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാർഷിക നഷ്ടമുണ്ടാകുന്ന ആളുകൾക്കും വളരെ നോമിനലായിട്ടുള്ള, നിലവിലുള്ള ചട്ടങ്ങൾ പ്രകാരം വളരെ നോമിനലായിട്ടുള്ള നഷ്ടപരിഹാരമാണ് അവർക്ക് ലഭ്യമാകുന്നത്. അതിന് ഇത്തരത്തിലുള്ള നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് കൃത്യമായിട്ടുള്ള ഈ പറയുന്ന പരിമിതികളുമുണ്ട്. അപ്പൊ അതിന് ദേശീയ തലത്തിൽ ഒരു നാഷണൽ കോർപ്പസ് ഫണ്ട് രൂപീകരിച്ചുകൊണ്ട് അത് കൃത്യമായി ആ നാഷണൽ കോർപ്പസ് ഫണ്ടിൽ നിന്ന് ഇത്തരത്തിലുള്ള ഈ വിളനാശമോ അതല്ലെങ്കിൽ മനുഷ്യനാശമോ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് ആവശ്യമായ ഈ മതിയായ നഷ്ടപരിഹാരം നൽകാൻ ആവശ്യമായിട്ടുള്ള നിധി രൂപീകരിക്കണം എന്നുള്ളതാണ് നമ്മൾ പെട്ടെന്ന് പറയുന്നത്. അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശാസ്ത്രീയ സംവിധാനങ്ങൾ വിവിധ രാജ്യങ്ങളുടെ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾക്കകത്ത്, ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങൾക്കകത്ത്, അങ്ങനെ വിവിധ രാജ്യങ്ങൾക്കകത്ത്, UK വിവിധ രാജ്യങ്ങൾക്കകത്ത്, യൂറോപ്പിലെ വിവിധ രാജ്യങ്ങൾക്കകത്തെല്ലാം ഈ ഇത്തരത്തിൽ വന്യജീവികളുടെ എണ്ണം ക്രമാതീതമായി പെരുകുന്ന സമയത്ത് അതിനെ നിയന്ത്രിതമായി വേട്ടയാടാൻ വേണ്ടിയുള്ള അനുമതി നൽകാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ആസ്ട്രേലിയയിലാണെങ്കിൽ ആസ്ട്രേലിയയുടെ ദേശീയ മൃഗമാണ് കങ്കാരു. പക്ഷെ കങ്കാരുവിന്റെ എണ്ണം അനിയന്ത്രിതമായി കൂടുന്ന സമയത്ത് അവിടെ വർഷത്തിൽ ഒരു നിശ്ചിത കാലഘട്ടത്തിൽ ഈ കങ്കാരുകളെ വേട്ടയാടാൻ വേണ്ടി സർക്കാർ അനുമതി നൽകാറുണ്ട്. അതോടൊപ്പം തന്നെ മാനുകളുടെയും കാട്ടുപന്നികളുടെയും ഒക്കെ കാര്യം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് അമേരിക്കയിലും യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിലും ഒക്കെ അതാത് രാജ്യങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർ നിയന്ത്രിതമായി വേട്ടയാടാനുള്ള അനുമതി നൽകാറുണ്ട്. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഈ 1972 വനം വന്യജീവി സംരക്ഷണ നിയമമാണല്ലോ ഒരു വലിയ പ്രതിസന്ധിയായി ഈ ഘട്ടത്തിൽ നിൽക്കുന്നത്. അത് വളരെ സങ്കീർണതകൾ നിറഞ്ഞതാണ്, വളരെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതാണ്. അപ്പോൾ
എല്ലാ സംസ്ഥാനങ്ങളും പറയുന്നത് ആ നിയമത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭേദഗതി കൊണ്ടുവന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നതാണ്. അത് പാർലമെന്റിന്റെ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ അധികാര പരിധിയിലേക്ക് വരുന്ന വിഷയമാണ്. നമ്മൾ ഇങ്ങനെ ഒരു പ്രയറുമായി പോകുമ്പോൾ ആ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളുടെ ഒരു സാധ്യത പരിശോധിക്കാൻ പറ്റുമോ? സ്വാഭാവികമായും ഇക്കാര്യങ്ങൾ കൂടി ഞങ്ങൾ പരിശോധിച്ചിരുന്നതാണ്. ശ്രീ PV അൻവർ എന്നെ ആദ്യം ബന്ധപ്പെടുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ആവശ്യം തന്നെയാണ് അദ്ദേഹവും ഉന്നയിച്ചിരുന്നത്. പക്ഷെ നിലവിലുള്ള നമ്മുടെ നിയമ സംവിധാനത്തിന്റെ ഒരു പരിമിതിക്കകത്ത് വെച്ചുകൊണ്ട് സ്വാഭാവികമായും നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന സംവിധാനത്തിനകത്ത് സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറയുന്ന പാർലമെന്റിന്റെ അധികാരങ്ങളിൽ കോടതി ഇടപെടാതിരിക്കുന്ന സാഹചര്യമുണ്ട്. ഈ പറയുന്ന സെക്ഷൻ 11 എന്ന് പറയുന്ന വന്യജീവി നിയന്ത്രണ ഈ സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 11 ഒരു ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് റദ്ദാക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതിയെ സമീപിക്കാം. പക്ഷെ അതേസമയം നമുക്ക് അതിനാവശ്യമുള്ളത് അമെന്റ്മെന്റ് ആണ്. അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് നമ്മൾ പറയുന്നില്ല. അതേസമയം അതിനകത്ത് ആവശ്യമായ ഭേദഗതികൾ വരുത്തുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത്. പക്ഷെ അത്തരത്തിലുള്ള ഭേദഗതികൾ ചെയ്യണം എന്നുള്ള ആവശ്യവുമായി സുപ്രീം കോടതിയെ സമീപിക്കുന്ന സമയത്ത് സാങ്കേതികമായി സുപ്രീം കോടതി അത് പാർലമെന്റിന്റെ ഡൊമൈനാണ്, അത് നിയമനിർമ്മാതാക്കളുടെ മേഖലയാണ് എന്നുള്ളത് കൊണ്ട് സുപ്രീം കോടതിക്ക് അത്തരം നിർദ്ദേശങ്ങൾ നൽകുന്നതിന് പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് സ്വാഭാവികമായും ആ പരിമിതി ഉള്ളത് കൊണ്ടാണ് നമ്മൾ നിയമത്തിലെ ഈ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാതിരുന്നത് ഈ നമ്മുടെ പെറ്റീഷനകത്ത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമ ഭേദഗതി എന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ടത് ആവശ്യം. അത് രാഷ്ട്രീയമായി ഉയർന്നു വരികയും രാഷ്ട്രീയമായി സർക്കാർ തീരുമാനമെടുക്കേണ്ടത് ചെയ്യേണ്ടതാണ്. അത് പാർലമെന്റും പാർലമെന്റേറിയൻസും ഇക്കാര്യങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ട് ഇതിന്റെ ആവശ്യകത ബോധ്യപ്പെട്ടുകൊണ്ട് അവരുടെ ഭാഗത്ത് വരുന്ന സമ്മർദ്ദമാണ്. പക്ഷെ കോടതിക്ക് പരിമിതികളുണ്ട്. പാർലമെന്റിനോട് ഇത്തരത്തിലുള്ള നിർദ്ദേശിക്കുന്നതിന് പാർലമെന്റിനോട് ഉത്തരവിടുന്നതിന് അതൊരു പരിമിതി ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ കോടതിക്ക് സാധ്യമാകുന്ന തരത്തിലുള്ള ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിക്ക് നൽകാവുന്ന ഉത്തരവുകൾ ആണ് നമ്മുടെ പ്രയറിനകത്ത് രൂപീകരിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതോടൊപ്പം തന്നെ ശാസ്ത്രീയമായി ഇലക്ട്രിക് ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള ഹാങ്ങിങ് ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. നമുക്കറിയാം ഇപ്പോൾ നിലവിലുള്ള ഈ ഇലക്ട്രിക് ഫെൻസിങ്ങുകളൊക്കെ വരുന്ന സമയത്ത് ആന പോലെയുള്ള വലിയ മൃഗങ്ങൾ വന്ന് അതിനെ തകർത്ത് പോകുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഹാങ്ങിങ് ഫെൻസിംഗ് എന്ന് പറയുന്ന മറ്റു രാജ്യങ്ങൾക്കകത്ത് അവർ സ്വീകരിച്ചിരിക്കുന്ന നിരവധിയായിട്ടുള്ള ശാസ്ത്രീയമായ നടപടികളുണ്ട്. അത് നമ്മുടെ രാജ്യത്ത് കൂടി നടപ്പാക്കാൻ വേണ്ടി തയ്യാറാകണം. അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായി ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നത് സ്വാഭാവികമായ വനങ്ങളുടെ നശീകരണമാണ്. ഇപ്പൊ പല ഇത് നമ്മൾ റിസർവ് ഫോറസ്റ്റുകളും അല്ലെങ്കിൽ മറ്റ് ഫോറസ്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ഫോറസ്റ്റിംഗിന്റെ ഭാഗമായി നമ്മുടെ മേഖലകളിലാകെ യൂക്കാലിപ്റ്റസ് അതുപോലെ തന്നെ അക്വേഷ്യ തുടങ്ങിയ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുകയും ഈ മരങ്ങൾ ഈ വന്യമൃഗങ്ങൾക്ക് ഈ ആന പോലെയുള്ള വന്യമൃഗങ്ങൾക്ക് അവരുടെ ഭക്ഷണത്തിന് ഉപയോഗിക്കാൻ പറ്റാത്തതാണ്. അപ്പൊ സ്വാഭാവികമായി ഇത്തരത്തിലുള്ള മരങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് സ്വാഭാവികമായ വനം അല്ലെങ്കിൽ സ്വാഭാവികമായ പ്രകൃതി അവിടെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതും ഈ വന്യമൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുടിവെള്ളം ഉൾപ്പെടെയുള്ള സ്രോതസ്സുകൾ വനത്തിനകത്ത് രൂപപ്പെടുത്തണം, അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നമ്മൾ ഇതിനകത്ത് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം കാട്ടിനകത്ത് നിന്ന് മൃഗങ്ങൾ പുറത്തിറങ്ങാത്ത തരത്തിൽ അവർക്ക് ആവശ്യമായ ഭക്ഷണവും മറ്റ് വെള്ളവും കാടിനകത്ത് തന്നെ ലഭിച്ചാൽ മാത്രമേ ഈ വന്യജീവി സംഘർഷം മനുഷ്യ വന്യജീവി സംഘർഷം ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന് നമ്മുടെ മുമ്പിലുള്ള നിലവിലുള്ള ചലഞ്ച് അതിനാവശ്യമായുള്ള ഭക്ഷണമോ വെള്ളമോ കാടിനകത്ത് കിട്ടുന്നില്ല, വനത്തിനകത്ത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന് ശാസ്ത്രീയമായ രീതിയിൽ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും അതോടൊപ്പം അത് പുറത്തേക്ക് കടക്കുന്ന തടയുന്നതിനാവശ്യമായിട്ടുള്ള ഡ്രോൺ ഉൾപ്പെടെയുള്ള സർവൈലൻസ് നടപ്പിലാക്കുക. അതോടൊപ്പം തന്നെ ഇലക്ട്രിക് അതുപോലെ തന്നെ സോളാർ ഫെൻസിങ് അത് ഹാങ്ങിങ് ഫെൻസിങ് ആയി കൊണ്ടുവരണമെന്നൊക്കെ നമ്മൾ നമ്മുടെ ഇതിനകത്ത് ഹർജിക്കകത്ത് ആവശ്യപ്പെടുന്നുണ്ട്. പ്രധാനമായും റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഇക്കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഒരു നയം രൂപീകരിക്കുന്നതിന് വേണ്ടി ദേശീയ തലത്തിലൊരു നയം രൂപീകരിച്ച് അത് നടപ്പാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം നൽകണമെന്നാണ് നമ്മൾ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടുന്നത്. ഓക്കെ താങ്ക് യു അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ. സുഭാഷ് ചന്ദ്രനാണ് നമ്മളോട് പ്രതികരിച്ചത്. അഡ്വക്കേറ്റ്